നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷവും പാഠം പഠിക്കാതെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയെ തന്നിഷ്ടപ്രകാരം തള്ളിപ്പറയുകയും ഏകാധിപതിയെ പോലെ പെരുമാറുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ രൂക്ഷമായ പ്രഹരം ലഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പിണറായി വിജയൻ നടത്തിയ ഹുങ്ക് നിറഞ്ഞ പ്രസ്താവന മുന്നണി മര്യാദകളുടെ പരസ്യമായ ലംഘനവും രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയുമാണെന്ന് ചൂണ്ടിക്കാട്ടി CPI മുഖപത്രമായ ജനയുഗത്തിൽ മുതിർന്ന നേതാവ് സത്യൻ മൊകേരി എഴുതിയ ലേഖനം ഇപ്പോൾ ഇടതുമുന്നണിയിൽ വൻ സ്ഫോടനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂട്ടായ നേതൃത്വമാണ് LDFന്റെ അന്തസത്ത എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ പിണറായി വിജയന്റെ വ്യാജ കമ്മ്യൂണിസ്റ്റ് മുഖം പൂർണ്ണമായും അഴിഞ്ഞു വീഴുകയാണ്. എല്ലാം താനാണെന്ന ഭാവം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല എന്ന് സത്യൻ മൊകേരി കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉപനേതൃ പദവിയുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിന് യാതൊരുവിധ അവകാശവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ നാണം കെട്ട തോൽവിക്ക് ശേഷം മുന്നണി പ്രവർത്തനം കുറച്ചുകൂടി കൂട്ടായ്മയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPI പ്രതിപക്ഷ ഉപനേതൃ പദവി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ വിഷയം മുന്നണിയിലെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി തന്റെ തന്നിഷ്ട പ്രസ്താവനയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. സ്പീക്കർക്ക് കത്തുകൊടുത്താൽ ഉപനേതാവ് വരുമെന്നും അത് CPM നേതാവിന്റെ പേരായിരിക്കുമെന്നുമുള്ള പിണറായിയുടെ വാചകങ്ങൾ ഒരു മുന്നണി നേതാവിന് ചേർന്നതല്ല, മറിച്ച് ഒരു ഏകാധിപതിയുടെ അഹങ്കാരമാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട അടിസ്ഥാന പക്വത പോലും പിണറായി വിജയൻ ഇല്ലെന്ന് തുറന്നു പറയേണ്ടി വരുന്നത് ഖേദകരമാണെന്നാണ് CPI വ്യക്തമാക്കുന്നത്. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിയിൽ വേണ്ടതെന്നും ഇത്തരത്തിലുള്ള അഹങ്കാര പ്രസ്താവനകൾ LDFനെ കൂടുതൽ തകർക്കാനും ദുർബലപ്പെടുത്താനും മാത്രമേ ഉപകരിക്കൂ എന്നും ലേഖനത്തിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. സംഘപരിവാർ ശക്തികൾക്കെതിരെ മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത രാഷ്ട്രീയ നിലപാടുകൾ ആവേശത്തോടെയാണ് കേരളം സ്വീകരിച്ചത്. ഐക്യമുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യവും ഘടകകക്ഷികളോട് കാണിക്കേണ്ട മാന്യതയും എന്താണെന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പിണറായിയെ പോലെയുള്ള നേതാക്കൾ ഇനിയെങ്കിലും പഠിക്കണമെന്നാണ് ജനയുഗത്തിലൂടെ സത്യൻ മൊകേരി ഉപദേശിക്കുന്നത്. സ്വന്തം തെറ്റുകൾ തിരുത്താതെയും ഘടകകക്ഷികളെ കാലിനടിയിലിട്ട് ചവിട്ടാമെന്ന ധാരണയിൽ മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ ഇനി മിണ്ടാതിരിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് CPI ഇതിലൂടെ നൽകിയിരിക്കുന്നത്.